ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ചുമ്മാ നമ്മളെപ്പോഴും വീട്ടിലിരിക്കുന്ന പ്രകൃതക്കാരാണ്. അപ്പം നമുക്ക് എവിടോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചാടിപ്പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഞാനും ആ കൂട്ടത്തിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ നവമി കേട്ടോ. അപ്പം ഞങ്ങൾ അടുത്ത് അമ്മയാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം കുറച്ചായതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു വിളിച്ചത് കൊണ്ട് ഞങ്ങൾ ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്ര കാര്യമായിട്ടൊക്കെ ഒരുക്കിക്കൊണ്ട് പോകണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നല്ല, എല്ലാ അമ്മമാർക്കും പൊതുവെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ മുടിയൊക്കെ ഉഴപ്പിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിക്കാതെ എവിടെയും പോകുന്നൊന്നും ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തൊട്ടടുത്തുള്ള കടയിൽ വിട്ടാൽ പോലും ഞാൻ നല്ല രീതിയിൽ ഒരുക്കി മിടുക്കിയാക്കി വിടാറുള്ളൂ. നല്ല ഉടുപ്പൊക്കെ ഇട്ട് വിടാറുള്ളൂ കേട്ടോ. അവളെപ്പോഴും നല്ലതായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ എന്നെ മുടിയൊന്നും ചെയ്യാതെ പ്രാന്ത് പിടിച്ച് ഇറക്കിക്കൂട്ടൊന്നും എനിക്ക് ഇറക്കി വിടുന്നൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഇത് കപ്പയ്ക്കകത്തോട്ട് കണ്ടത്തിലോട്ട് പോകുന്ന താഴത്തെ വഴിയാണ് കേട്ടോ. ഇടുക്കിയിലെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് പോകുന്നിടത്തെല്ലാം സ്ഥലം മേടിച്ച് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെറിയതായിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ മണ്ണും കല്ലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെട്ടി വെച്ചേക്കുവാണ്. ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നവമീനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയാണ് താഴോട്ട്. പിന്നെ മഴയുള്ള സമയത്താണ് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടത്. ഇത് കണ്ടമായതുകൊണ്ട് ഓരോ കൃഷികൾക്കെല്ലാം നനയ്ക്കുകയൊക്കെ എല്ലാം വേണ്ടതുകൊണ്ട് തോടുണ്ട് കേട്ടോ. അത് കാരണമാണ് ഇങ്ങനെ പാലം, ചെറിയ കല്ല് കൊണ്ടുള്ള ആ പാലം ഇങ്ങനെ ഇട്ടിട്ട് പോയേക്കുന്നത്. അതുപോലെ തന്നെ നിറയെ ജാതിമരമുണ്ട്, പിന്നെ ഏലക്കയുണ്ട്, വാഴയുണ്ട്, കപ്പയുണ്ട്, പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കപ്പ നമ്മൾ നട്ടതേ ഉള്ളൂ, കുറച്ചായതേ ഉള്ളൂ കേട്ടോ. ഇത് മുട്ടക്രോസ് ക്യാബേജ് അങ്ങനെ പറഞ്ഞാലേ നമ്മൾ ഈ ഇലയൊക്കെ തോരൻ വയ്ക്കാൻ എടുക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് തോടാണ്. തോടിൻ്റെ സൈഡിലെ പുല്ലൊക്കെ അമ്മ ചെത്തുമൊക്കെയായിരുന്നു. ഭയങ്കര വെയിലാണ് കേട്ടോ. അമ്മേനെ സമ്മതിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ അപ്പുറത്തെ കപ്പയൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ബീൻസ് എല്ലാം നട്ടു വെച്ചേക്കണം. കഴിഞ്ഞ തവണ നമ്മൾ കപ്പ നട്ട സമയത്ത് കുറ്റി ബീൻസ് ഒരുപാട് നട്ടിട്ടുണ്ട്. ഒരുപാട് പറിച്ചെന്ന് പറയാം. നമ്മൾ കടയിലും കൊടുത്തു, ഓരോരുത്തർക്ക് കസിൻസിനൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചക്ക നോക്കിക്ക് എന്തോരം കായ്ച്ച് നിൽക്കുന്നത് നോക്കി. കുറച്ചൊന്നും അല്ല കേട്ടോ കായ്ച്ച് നിൽക്കുന്നത്, നല്ല വരിക്കപ്ലാവാണ് കേട്ടോ. അതുപോലെ കണ്ട ജാതിമരം കായ്ച്ച് കിടക്കുന്ന കണ്ട, അതിൻ്റെ അകത്താണ് ജാതിക്ക. അറിയാത്ത അതിൻ്റെ പുറത്തെ ആ തോടൊക്കെ നമുക്ക് അച്ചാറിടാനൊക്കെ നല്ലതാണ് കേട്ടോ ജാതിക്കയുടെ. അതുപോലെ തന്നെ ഈ തെങ്ങൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഉള്ള സ്ഥലത്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും നവമിയും കൂടെ അമ്മയോട് ഭയങ്കര കാര്യമായിട്ട് വർത്താനം പറച്ചിലൊക്കെയാണ്. അപ്പം ഇതെല്ലാം മുട്ടക്രോസാണ്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് 2 പറിച്ചുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. തോരൻ വയ്ക്കാൻ വേണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. തക്കാളിയുണ്ട്. ഇതൊക്കെ വാഴയാണ്. വാഴയുടെ അവിടെയൊക്കെ നമ്മൾ ബീൻസാണ് കേട്ടോ കമ്പ് കുത്തി കയറ്റി വിട്ടിരിക്കുന്നത്. ബീൻസൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാകും. നമ്മൾ കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചുമ്മാ ഇപ്പം നമുക്കെല്ലാവർക്കും ഒരുപാട് ദൂരമൊന്നും യാത്ര ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ചെറിയ തൊട്ടടുത്താണെങ്കിലും പോകാൻ അവസരം കിട്ടുകയും പോവുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അവിടുത്തെ തോടാണ് കേട്ടോ. വെള്ളം കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ്. ഈ കപ്പയൊക്കെ ഒരുവിധം ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പുറത്തെ കപ്പയൊക്കെ ചാരമൊക്കെ ഇട്ടതുകൊണ്ട് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഫുള്ള് ഏലവും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തക്കാളി കായ്ച്ച് കിടക്കുന്നതാണ്. നമ്മുടെ വീടിൻ്റെ ഇവിടെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാൻ കേട്ടോ. ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതൊക്കെ കിഴങ്ങാണ്. ഇത് ബീൻസാണ്. ബീൻസ് കണ്ട കായ്ച്ച് കിടക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. നവമി കപ്പയിടുന്ന സമയത്ത് നമുക്ക് സഹായിക്കാൻ പറ്റിയില്ല. കപ്പ തല്ലിപ്പറിക്കുമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ നവമി വടിയൊക്കെ എടുത്തിട്ട് കപ്പയൊക്കെ തല്ലിപ്പറിക്കുകയാണ് കേട്ടോ. അത്ര ഉപകാരമെങ്കിലും ചെയ്ത്. ഇത് ജാതിമരത്തന്നെ ഞാൻ എടുത്തത് കണ്ടോ. ജാതിമരം ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഭയങ്കര തണലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏലവും ജാതിമരവും എല്ലാം കൂടെ നിറയെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നല്ല തണലാണ്. നവമിയാണെ അവിടുത്തെ കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് ആക്രി പെറുക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. അവൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുകയാണ് കേട്ടോ. അത് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചു. അമ്മേൻ്റെ രാവിലെ പോയതാണ് കേട്ടോ. ക്ഷീണമായിരുന്നു. നവമീനെ എടുത്തുകൊണ്ട് ഫ്രണ്ടേ നടന്നു പോവുകയാണ് ഞാൻ.
നവമിക്ക് എന്താണ് പറയേണ്ടത്, നവമിക്ക് അതുകൊണ്ട് വലിയ സന്തോഷം കിട്ടിയ പോലെയാണ്. നവമി ഓടുവാണോ നടക്കുവാണോ എന്താണെന്ന് അറിയത്തില്ല, ചെരുപ്പ് ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ ഉള്ള നടത്തമാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് ഞങ്ങൾക്ക്. കാരണം നവമി ഓടുവാണോ, ഓടിച്ചെന്ന് വീഴാൻ പോകുന്ന അതുപോലെ സന്തോഷമാണ് കേട്ടോ. കാരണം എപ്പോഴും ഒന്നും ഇങ്ങനെ പുറത്തൂടെ പോവും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എപ്പോഴും എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെയുള്ള ഇരിപ്പും പുറത്തൂടെ എൻ്റെ കൂടെ ഞാൻ മിറ്റം അടിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ പുറത്തൂടെ നടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നവമിക്ക്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വഴിയരികിൽ നിൽക്കുന്ന പൂക്കൾ മുഴുവൻ അവൾക്ക് പറിച്ചെടുക്കണം, അല്ലെങ്കിൽ അവൾക്കൊരു സമാധാനം കിട്ടും. ഒരു പൂ പറിച്ചു കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പൂ പറിച്ചാൽ പിന്നെ ആദ്യത്തെ പൂ കയ്യിലിരിക്കത്തില്ല, അതെടുത്ത് എറിയും കേട്ടോ.